ഇന്ന് നിരണത്ത് ഈ ജോബി ആലപ്പാടെന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ വീട്ടില് നിരണം പ്രദേശത്തെ ആദ്യത്തെ ചന്ദനത്തൈയുടെ ഒരു വിൽപ്പന ഇവിടെ ഇന്ന് ആരംഭിച്ചു. ചന്ദനത്തൈ വെച്ച് പിടിപ്പിക്കാവോ എന്നുള്ള സാധാരണക്കാരന്റെ ഒരു സംശയമാണ്. എന്നാൽ ഈ കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ വെച്ചിട്ട് ഗവർണർ ഉൾപ്പെട്ട വനം ഭേദഗതി ബില്ല് അനുസരിച്ചിട്ട് ചന്ദനം നിയമപരമായിട്ട് നമുക്ക് വെച്ച് പിടിപ്പിക്കാം. അത് ഒരു കൃഷിയായിട്ട് ചെയ്ത് അതിൽ നിന്ന് ആദായം നമുക്ക് കിട്ടും എന്ന് നമുക്ക് ഉറപ്പ് വരുത്താനായിട്ട് സാധിക്കുന്ന ഒരു വലിയ ഒരു ഭേദഗതി ബില്ലാണ് നിയമസഭയിൽ പാസ്സായിട്ടുള്ളത്. അപ്പൊ അതനുസരിച്ചിട്ട് നമുക്ക് ഇപ്പൊ ഇന്ന് ഇവിടുത്തെ കുഞ്ഞു മക്കളാണ് ഒരു ചന്ദന തൈ ഇവിടെ നട്ടത്. അപ്പോ ആ കുട്ടികൾക്ക് ഒരു 15 വയസ്സ് അല്ലെങ്കിൽ ഒരു 15 വർഷം കഴിയുമ്പോൾ അവരുടെ ലൈഫിൽ അവരുടെ ലൈഫിലേക്ക് വേണ്ടിയുള്ള വലിയൊരു ഒരു മുതൽക്കൂട്ട് അല്ലെങ്കിൽ നമ്മളൊരു ഡെപ്പോസിറ്റ് ആണ് ചെയ്തിരിക്കുന്നത്. 15 വർഷം കഴിയുമ്പോൾ ഒരുപക്ഷെ ഈ ചന്ദനം ഒരു 20 മുതൽ 50 വരെ കിലോ കാതൽ അതിൽ നിന്ന് ശേഖരിക്കാൻ പറ്റുന്ന ഒരവസ്ഥയുണ്ടെങ്കിൽ അതിൽ നിന്ന് കിട്ടാവുന്നത് 5 ലക്ഷം രൂപ മുതൽ 10 ലക്ഷം രൂപ വരെയാണ് ഒരു മരത്തിൽ നമുക്ക് കിട്ടാവുന്നത്. ഇന്ന് കേരളത്തിൽ വേറെ ഏതൊരു കൃഷി ചെയ്തു കഴിഞ്ഞാലും നമുക്ക് അത്തരത്തിലൊരു ഒരു വരുമാനം നമുക്ക് കിട്ടാനായിട്ട് ഒരു 15 വർഷം കൊണ്ട് കിട്ടാനായിട്ട് ഒരു സാധ്യതയില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ ചന്ദന കൃഷിയുടെ പ്രാധാന്യം ഇത്രയധികം ഇന്ന് ആളുകൾ മനസ്സിലാക്കി. ഇന്ന് ഒട്ടേറെ ഏരിയയിൽ, കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും വളരെ വ്യാപകമായ രീതിയിൽ കൃഷി ചെയ്യുന്നുണ്ട്. നെഞ്ചുയരത്തിൽ 50 സെന്റിമീറ്റർ വണ്ണം ആകുക എന്നുള്ളതാണ് നമ്മൾ ഇതിൽ നിന്നൊരു കാതൽ പ്രതീക്ഷിക്കുന്നത്. അപ്പൊ ഏതാണ്ട് ഒരു 15 വർഷം കൊണ്ട് 50 സെന്റിമീറ്റർ വണ്ണത്തിലുള്ള മരങ്ങൾ നമുക്ക് ലഭിക്കും. ഒരേക്കറിൽ ഏതാണ്ട് 400-450 മരങ്ങൾ വരെ നമുക്ക് വെച്ചുപിടിപ്പിക്കാൻ സാധിക്കും. അതിനകത്ത് വളരെ കുറഞ്ഞ ഇൻവെസ്റ്റ്മെന്റിലാണ് നമുക്ക് ഇത്രയധികം അതിൽ നിന്ന് വരുമാനം ലഭിക്കാൻ പറ്റുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് തന്നെയാണ് നമ്മൾ അതിനെ കണക്കാക്കേണ്ടത്. അപ്പൊ അതിന് നേതൃത്വം നൽകുന്ന ശ്രീ ജോസഫ് സാർ, അദ്ദേഹം ഗവൺമെന്റ് സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്തിട്ടുള്ള ആളാണ്. അദ്ദേഹം ചെയ്യുന്ന ഒരു വലിയ സേവനമാണ്. കാരണം പല ആളുകൾക്കും ഇതിനെക്കുറിച്ച് അറിയാൻ പാടില്ലാത്ത സമയത്ത് അതിനെക്കുറിച്ച് അവയർനെസ് കൊടുത്തുകൊണ്ട് നാട്ടില് വലിയൊരു കൃഷിയുടെ ഒരു വലിയ വിപ്ലവകരമായ മാറ്റത്തിന് തുടക്കം കുറിക്കാനാണ് ഇന്നിപ്പോ നിരണത്ത് ഇവിടെ നമ്മൾ തുടക്കം കുറിച്ചിരിക്കുന്നത്. ഇത് വലിയൊരു വിജയമായി തീരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. നിരണത്ത് ചന്ദനത്തൈ നട്ട് ആദ്യത്തെ വിൽപ്പനയും നടീൽ ചടങ്ങുമാണ് നടക്കുന്നത്. നമ്മുടെ നിരണം മേഖലയിൽ ആദ്യത്തെ ചന്ദനത്തൈയാണ് ഇവിടെ ജോബി ആലപ്പാടിന്റെ വീട്ടിൽ വെച്ച് നമ്മൾ നടീൽ ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ മുൻ റിട്ടയർഡ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥൻ രാധാകൃഷ്ണൻ സാറിനെ ക്ഷണിക്കും. തിരുവല്ല താലൂക്കിലെ നിരണം പഞ്ചായത്തിലെ ആദ്യമായിട്ട് ഈ ജോബിയുടെ വീട്ടിലെ ഒരു ചന്ദനത്തൈ നട്ടുകൊണ്ട് ഞങ്ങൾ ഈ പ്രദേശത്തെ വിപുലമായ ചന്ദനത്തൈ നടീൽ കൃഷിയിലേക്ക് പ്രവേശിക്കുകയാണ്. ഇതിനവസരം ഒരുക്കിയ മുഴുവൻ പേർക്കും നന്ദി രേഖപ്പെടുത്തി.